അമ്മ വിഷമിക്കണ്ട, എനിക്ക് 2 ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ചെക്ക് ചെയ്ത് നോക്കാം, രക്തം പരിശോധിച്ച് നോക്കാം. എൻ്റെ കിഡ്നി സൂട്ട് ആവുകയാണെങ്കിൽ ഒന്ന് ഞാൻ തരാം. 18-ലാണ് ആദ്യം പിന്നെ ഫെയിലിയറായത്. ഫെയിലിയറായിട്ട് അപ്പോൾ തന്നെ കിഡ്നി മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു. ഒരു 3 മാസം 4 മാസത്തോളം ഡയാലിസിസ് ചെയ്തു. അപ്പോഴാണ് മാഡത്തിനെ കാണുന്നത്. കണ്ടു. അപ്പോൾ അവർ വീട്ടിലെ അപ്പോഴേക്കും അച്ഛനും അമ്മയും 2 ആളും മരിച്ചിരുന്നില്ല. പിന്നെ പെങ്ങളുടെ ഗ്രൂപ്പ് ചേരില്ല. അപ്പോഴാണ് മാഡം പറഞ്ഞതുപോലെ എനിക്ക് ഡോണർ ചെക്കപ്പ് ഓക്കെ ആണെങ്കിൽ ഞാൻ കിഡ്നി തരാമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ എല്ലാതും ഓക്കെ ആയിരുന്നു. 5% നെഗറ്റീവ് ആയിരുന്നു. പിന്നെ കണ്ട് ഒരു മാസം ജൂൺ 28-ാം തീയതിയാണ് കാണുന്നത്. ജൂലൈ 28-ാം തീയതി ഞങ്ങളുടെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു. അന്ന് ഇത്രയ്ക്കധികം ഫോർമാലിറ്റീസ് ഒന്നുമില്ല. കാരണം പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു. തൊഴിൽ തേടി കോയമ്പത്തൂരിലെത്തിയ ഒരു പാലക്കാടൻ മലയാളി കുടുംബത്തിലെ സന്തതിയായിരുന്നു ഉമ. തനിക്ക് 9 വയസ്സുള്ളപ്പോൾ അമ്മ വീടുപേക്ഷിച്ചു പോയി. അവമതിയുടെ ബാല്യ കൗമാരങ്ങളിൽ അച്ഛന്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധം നൽകിയ മഹാകവി ഭാരതിയാരുടെ രചനകളുമായിരുന്നു ഉമയുടെ ആന്തര വ്യക്തിത്വത്തെ ആകൃതിപ്പെടുത്തിയത്. കാഥികനും ചലച്ചിത്ര പ്രവർത്തകനും ബസ് ഉടമയും പ്രശസ്തമായ സൗഹൃദ കൂട്ടായ്മകളിലെ അംഗവുമായിരുന്ന ഗുരുവായൂർ സ്വദേശി പ്രേമൻ തൈക്കാടിന്റെ അരാജക ജീവിതത്തിലേക്ക് വധുവായി ഇവർ എത്തിച്ചേർന്നത് സാഹസികമായ മറ്റൊരു യാദൃശ്ചികത. ഡ്രഗ് റെസിസ്റ്റന്റ് ക്ഷയരോഗിയായിരുന്ന ഭർത്താവിന്റെ ചികിത്സയും ശുശ്രൂഷയുമാണ് തനിക്ക് ചുറ്റും കുമിയുന്ന നിസ്സഹായമായ രോഗി സമൂഹത്തെ ഉമയുടെ ശ്രദ്ധയിലെത്തിച്ചതും പിൽക്കാല ജീവിതത്തെ ഉടച്ചു വാർത്തതും. ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ കോയമ്പത്തൂർ തന്നെയാണ്. അച്ഛൻ ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകൻ. അങ്ങനെ കുറെ ഫ്രണ്ട്സ്, പിന്നെ ചെറുപ്പം തൊട്ട് ഭാരതിയാർ, തിരുവള്ളുവർ, ഇങ്ങനെയുള്ള കുറച്ച് എഴുത്ത്, അവരെയൊക്കെ കുറിച്ച് കൂടുതൽ വായിക്കും ഞാൻ. 9 വയസ്സിൽ അമ്മ ഉപേക്ഷിച്ചു പോകുന്നു. എന്താ കാരണം ചോദിച്ചപ്പോൾ അച്ഛനേക്കാൾ നല്ലൊരാളെ അവർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാന്ന് പറഞ്ഞു. അന്നോട്ട് ഞാൻ ഒരുപാട് നാണക്കേട് സഹിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പ്രേമേട്ടന്റെ ലൈഫിൽ ഞാൻ യാദൃശ്യമായി വന്നു പെട്ടതാണ്. അങ്ങനെ ഒരു കല്യാണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ ഞാനും അതും അമ്മയ്ക്ക് വേണ്ടി, വീണ്ടും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു ത്യാഗമാണ്. അതൊക്കെ എന്നെ പക്വപ്പെടുത്തിയിരുന്നു. പിന്നെ പ്രേമേട്ടന് കുറച്ച് പ്രായം കൂടുതലുള്ള ഒരാളുമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 7 വർഷത്തെ ജീവിതം പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ തന്നെ അതെല്ലാം നേരിടേണ്ടി വന്നു. അഡ്വൈസ് ചോദിക്കാനോ അല്ലെങ്കിൽ എന്നെ ഇന്ന് രക്ഷിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. എല്ലാം അനുഭവിച്ചിട്ടും അതൊക്കെ കടന്ന് ഞാൻ വന്നു. അതൊക്കെ ആയിരിക്കാം ഈ ധൈര്യത്തിന്റെ കാരണം. പിന്നീട് പ്രേമേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. എൻ്റെ ജീവിതം, എനിക്കൊരു മകനുണ്ട്. മോനോ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെയുള്ള ഒരുപാട് ജീവിതത്തിൽ കഷ്ടം എന്ന് പറയാൻ പറ്റില്ല, എന്തൊക്കെയോ നേരിടേണ്ടി വന്നതിന്റെ ഒരു ധൈര്യമായിരിക്കാം എന്നെങ്ങനെയാക്കി. എനിക്ക് ഒരു 6 വയസ്സ് അങ്ങനെ ആ സമയത്താണ് തുടങ്ങിയത്. അപ്പോൾ തൊട്ട് ഇങ്ങനെ കാണുന്ന കാരണം ഒരു എന്താ പറയാ, ഇതിനൊരു റെസ്പെക്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനോട്. പിന്നെ ഇത് ചെയ്യണത് അമ്മയാണ്, അത് ഞാൻ രണ്ടാമത് നോക്കണം. അപ്പോൾ അമ്മയുടെ തോട്ട് ഓഫ് വ്യൂല് അത് പറയണത് എന്താ വെച്ചാൽ, ഞാൻ നിൽക്കണതും ഞാൻ ഈ ഓർഗനൈസേഷൻ ചെയ്യണ ഒരു സപ്പോർട്ടാണെന്നാണ്. പക്ഷെ എന്നെ ചെയ്ത് ഇതൊന്നും അല്ല, ഇനി ഫ്യൂച്ചറിൽ കുറെ ചെയ്യണമെന്നുണ്ട്. കരഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഇപ്പല്ല, ഈ 15 വർഷത്തിന് മുന്നേ എനിക്ക് എന്നെ അപമാനിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഭാഗത്ത് നിന്ന് ഉണ്ടാവുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ പേടിയാണ്. അപ്പം ഞാൻ ബാത്റൂമിൽ പോയി പൈപ്പ് തുറന്നിട്ട് ഉറക്കെ കരയും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മൂക്കൊക്കെ ചുവന്ന് കാണുമ്പോൾ വീണ്ടും എന്തെങ്കിലും പറയും. അപ്പോൾ വീണ്ടും പോകും. അങ്ങനെ കുറേ കാലം എനിക്ക് എന്താ പറയുക, പുറത്ത് വെച്ച് അങ്ങനെ കരയാൻ ഇഷ്ടമല്ല, മറ്റുള്ളവരെ സിമ്പതി അങ്ങനെ കണ്ട്. ഈ 15 വർഷത്തിനിടയിൽ ഞാൻ ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ലേ. ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്, ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം, അതുകൊണ്ട് അതിന് ഓർത്ത് സങ്കടപ്പെടണ്ട. വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല, പിന്നെ അതിനും ഓർത്ത് സങ്കടപ്പെടണ്ട. ഞാൻ ആ വഴിയാ. അതുകൊണ്ടാണ് എപ്പോഴും ചിരിക്കുന്നത്. എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. കണ്ണീരൊഴുക്കി കാലം കഴിക്കുമായിരുന്ന, അബലയെന്ന് എപ്പോഴും മുദ്ര കുത്തപ്പെടുമായിരുന്ന ഒരു വീട്ടമ്മയ്ക്ക് സാമൂഹ്യ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കാനാവുമെന്ന് ഉമാപ്രേമൻ തെളിയിച്ചു. 2 ഡോക്ടർമാർ, 56 പെയ്ഡ് സ്റ്റാഫ്, 560 സന്നദ്ധ പ്രവർത്തകർ, സ്വദേശത്തും വിദേശത്തുമുള്ള 3000-ലേറെ സ്ഥിരം ശുഭകാംക്ഷികൾ, ചില കോർപ്പറേറ്റ് ട്രസ്റ്റുകൾ, ശാന്തിയുടെ അനുദിനം വിപുലമായിക്കൊണ്ടിരിക്കുന്ന സേവന ശൃംഖലയ്ക്ക് അതിർത്തിക്കപ്പുറത്തു നിന്ന് പോലും ക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്.
കഠിനമായ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ശാന്തിയുടെ പ്രസക്തിയും ആവശ്യവും വ്യാപ്തി നേടുകയുമാണ്. പിന്നെ ഡയാലിസിസ് യൂണിറ്റ് വാടകയ്ക്ക് മെഷീൻ എടുത്താണ് തുടങ്ങിയത്. പിന്നെ ഞാൻ ഈ ഗുരുവായൂർ ചാവക്കാട് ഏരിയയിലുള്ള ഒരുപാട് ഗൾഫുകാരെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ വിചാരം, ഞാൻ എൻ്റെ സത്യാവസ്ഥ പറയാം, ഒരു വിസ എടുത്ത് ഗൾഫിൽ പോയാൽ ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിക്കും. അങ്ങനെ 50,000 രൂപ സിംഗിൾ ലേഡി വിസ കിട്ടില്ല, 50,000 രൂപ കൊടുത്ത് ട്രാവൽ ഏജൻസിന് വിസ എടുത്ത് ഗൾഫിൽ പോയി ഇറങ്ങി. ഇവിടെ തന്നെ കുന്നംകുളം ഭാഗത്ത് ആനായിക്കലുള്ള ഒരാൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചോളൂ, ഞങ്ങൾ നിങ്ങളുടെ ഭക്ഷണം തരാം, താമസം തരാം, ബാക്കി ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ഞാൻ അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത്, ഇത് ഗുരുവായൂരും തൃശ്ശൂരും പോലെയല്ല, ഒരാളെയും കാണാൻ പറ്റില്ല, മുഴുവൻ റോഡും ബിൽഡിങ്ങുമാണ്. എന്ത് ചെയ്യും, നമ്മൾ ഈ വിചാരിച്ച പോലെ അല്ലല്ലോ, എല്ലാവരും അവിടെ നിന്നാണ് കാശുണ്ടാക്കുന്നത്. പിന്നെ ആ പിറ്റേ ദിവസം തന്നെ യാദൃശ്യമായിട്ട് കൗൺസിൽ ജനറലിനെ പരിചയപ്പെടാനിടയുണ്ടായി, ദുബായ് കൗൺസിൽ ജനറൽ. പുള്ളി എന്നെ വിളിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും മീഡിയ കോൺഫറൻസ് വിളിച്ചു. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടായിരിക്കും. എല്ലാ പത്രങ്ങളും എഴുതി. എന്നാൽ അന്ന് തന്നെ 5 മിഷൻ ഓഫർ കിട്ടി. അടുത്ത വണ്ടിക്ക് ഞാൻ ഇങ്ങോട്ട് കയറി. എനിക്കറിയില്ല ഇനിയും കാശ് വേണം, വീണ്ടും പോകണം. കിട്ടിയ കാശും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് മിഷൻ മേടിച്ചു. മിഷൻ മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് വീണ്ടും ചെലവുകളുണ്ട്. അപ്പം ഞാനൊരു കണക്കാക്കി, വർഷത്തിലൊരിക്കൽ ആ വഴിക്ക് എന്നെ നീങ്ങിയേക്കാം. അങ്ങനെ ദുബായി പോവും. മീഡിയാസ് ഇതന്നെ എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. എല്ലാവരും, എല്ലാ പത്രം, റേഡിയോ, TV അവരൊക്കെ പറയും ഉമാപ്രേമൻ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മളുടെ സഹായം അവർക്ക് കൊടുക്കണം, നമ്മൾ ഒരുപാട് ആളുകളെ അവർ സഹായിക്കുന്നുണ്ട്. ഉടനെ ആളുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരും, വിളിക്കും. അങ്ങനെയുള്ള ഒരു സഹായമാണ്. ദുബായ്, ഖത്തർ, പിന്നെ ഇപ്പോൾ പോയി ഞാൻ ബഹ്റൈനിൽ എത്തിക്കഴിഞ്ഞു, ഒമാനിലെത്തി. എല്ലാ സ്ഥലത്തും ഒരു പരിചയവും ഇല്ല, പക്ഷേ എല്ലായിടത്തും ഇപ്പം എനിക്ക് ഒരുപാട് വെൽവിഷേഴ്സ് ഉണ്ട്. താമസിക്കാനുള്ള സൗകര്യം, എന്നെ സംരക്ഷിക്കാനുള്ള ആൾക്കാരും ഈ പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന വെൽവിഷേഴ്സും ഉണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. 10-30 ലക്ഷം രൂപയോളം ഡിസ്പോസിബിളിൻ്റെ സാധനം മേടിച്ച ബില്ലുകളൊക്കെ പെൻഡിങ് ഉണ്ട്. വിദേശ മലയാളികളാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ കോർപ്പറേറ്റുകളൊക്കെ ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമേ ഉള്ളൂ, മറ്റുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാ സംഘടനകൾക്കും ഉള്ള പോലെ. പക്ഷെ ഞങ്ങളുടെ ഈ പ്രവർത്തന മേഖല ചെലവേറിയതായതുകൊണ്ട് ഒരു ഡയാലിസിസ് തുടങ്ങുന്ന ഒരു രോഗി മരണം വരെ ഡയാലിസിസ് ചെയ്യണം. അയാളെ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. സൗജന്യ ഡയാലിസിസ് കൊടുത്താലും അതുപോലെ തന്നെയാണ്. പിന്നെ ഇത്രയും ഈ മിഷൻ മെയിൻ്റനൻസ്, ആറോപ്ലെയിൻ മെയിൻ്റനൻസ്, യൂണിറ്റ് മെയിൻ്റനൻസ്, സ്റ്റാഫ്, ഇലക്ട്രിസിറ്റി, നെഫ്രോളജിസ്റ്റ്, ഒരുപാട് കടമ്പകളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഒരു ഡയബറ്റിക് ഹൈപ്പർടെൻഷനെ കുറിച്ച് ഒരു ബോധവൽക്കരണ പദ്ധതിക്ക് വേണ്ടിയിട്ട് വേറെ ഒരാൾ എനിക്കൊരു മൊബൈൽ ഡയാലിസിസ് 20 ലക്ഷം രൂപയ്ക്ക് തന്നത് കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറിയുടെ ഉടമയുടെ ഭാര്യ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യണം, ഞങ്ങൾക്ക് അവരെ പോലെ, ഞാൻ ഇന്റർവ്യൂവിൽ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് എനിക്കും അതുപോലെ പേര് കിട്ടണം എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടി 3 ലക്ഷം രൂപ അയച്ചു തന്നു. 15 ലക്ഷത്തിൻ്റെയാണ്. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, 2-3 മാസം എന്നെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഞാൻ വരുമ്പോൾ തരാം, എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു. ഞാൻ പ്രോജക്റ്റ് തുടങ്ങണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓടി കിട്ടും ബാങ്കിൽ നിന്ന്, എൻ്റെ ആധാരം കൊടുത്തു കഴിഞ്ഞാൽ അന്ന് അതെടുത്തോളൂ, ഞാൻ വന്നിട്ട് തരാൻ പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ ജാതിയിൽപ്പെട്ടവരെ മാത്രമേ സഹായിക്കൂ എന്ന് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ നിർവാഹമില്ലാതെ. അവയവദാനത്തിന്റെ സാധ്യതയെയും അനിവാര്യതയെയും കുറിച്ചുള്ള ഒട്ടേറെ ബോധവൽക്കരണ പരിപാടികൾ ശാന്തി ഏറ്റെടുത്തിട്ടുണ്ട്. ശിവജി ഗുരുവായൂരിനെയും ശരത് കുമാറിനെയും പോലെ ചലച്ചിത്ര രംഗത്തെ പ്രശസ്തർ ഇതുമായി സഹകരിക്കുന്നു. ഇന്ന് കേരളത്തിലെ ആശുപത്രി ചെലവുകളുടെ രംഗത്ത് നിലനിൽക്കുന്ന അരാജകത്വം നിയമപരമായി നിയന്ത്രിക്കുകയും അവയെ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും അനിവാര്യമാണെന്ന് ഉമാപ്രേമൻ കരുതുന്നു. ആരോഗ്യ സേവന പ്രവർത്തകരുടെയും സർക്കാരിന്റെയും ചികിത്സകരുടെയും അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ് ഇത്. ഈ 2008 മുതൽ കിഡ്നി കിട്ടുന്നില്ല, അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രമേഹം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോഴാണ് ഞാൻ ഈ ബ്രെയിൻ ഡെത്തിനെ കുറിച്ചും ഓർഗൻ ഡൊണേഷനെ കുറിച്ചും ജനങ്ങളെ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ആലോചിച്ചു. അപ്പോൾ അന്ന് ഗുരുവായൂർ SA ആയിരുന്ന സുരേന്ദ്രൻ, അദ്ദേഹത്തെ പോയി കണ്ട്, പുള്ളി എഴുതുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചെന്ന് എന്നോട് ഞാൻ പറഞ്ഞു എനിക്കൊരു തെരുവ് നാടകമേ വേണ്ടുള്ളൂ, സീരിയസ് ആയിട്ട് നാടകം ചെയ്യാനുള്ള മലയാളം അറിയില്ല, ഞാൻ തമിഴ് പഠിച്ചിട്ടിലേക്ക് മലയാളം എഴുതാനൊന്നും അറിയില്ല, അപ്പോൾ സീരിയസ് ആയിട്ടൊന്നും എൻ്റെ അടുത്തൊന്നും പറയരുത്, ഒരു ഗൗരവം. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനൊരു തെരുവ് നാടകം ആരെ കൊണ്ടാണ് ചെയ്യിക്കാൻ, ഇവിടെ എനിക്കൊരു ബാലമന്ദിരത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ആ ബാലമന്ദിരത്തിലെ 10 കുട്ടികളെയും കൊണ്ട് കേരളം ഒട്ടാകെ